ദൈവത്തിന് സ്തോത്രം. ആ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ആ, ദൈവം ഇടയാക്കി. ദൈവത്തെ കാണാനും ദൈവത്തിന്റെ മക്കളായിട്ട് ഒരുമിച്ച് പോകാനും വചനം പഠിക്കാനും ഒക്കെ ആഗ്രഹങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. പൊതുവിൽ ദൈവം തരുന്ന സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ദൈവം സഹായിച്ചു. നമുക്ക് ദൈവത്തെ ഓർത്ത് സ്തുതിക്കാം. ഈ സീരീസ് ഓഫ് ബൈബിൾ സ്റ്റഡീസിൽ നമ്മൾ എടുക്കാൻ അല്ലെങ്കിൽ ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ആണ്. ഞാൻ ചെറുപ്പത്തിൽ നിങ്ങൾ എല്ലാവരുടെയും കൂടെ സ്കൂളിൽ ആയിരുന്നപ്പം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കിരീടവും വാങ്ങിക്കണം എന്ന ചിന്തയായിട്ടാണ് കുറച്ച് നാൾ നടന്നത്. ഇപ്പൊ ഡിസൈപ്പിൾഷിപ്പ് എന്താണ്, അതിന്റെ ഉത്തരവാദിത്വം എന്താണ്, ഇതെല്ലാം അറിഞ്ഞു വരുന്ന സമയങ്ങളാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കിരീടത്തിന്റെ എണ്ണത്തിന്റെ കണക്കിലല്ല നമ്മളൊരു ക്രിസ്തീയ ജീവിതം ജീവിക്കേണ്ടതെന്നും കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നും തിരിച്ചറിയാനിടയായി. തുടർന്നുള്ള വർഷങ്ങളിൽ ഇന്ന് വരെ ഈ ഡിസൈപ്പിൾഷിപ്പിന്റെ പാതയിൽ പോകുന്നു. അതിന് പ്രയാസമുള്ള ഘട്ടങ്ങളുണ്ട്, ഫ്രസ്ട്രേഷനുള്ള ഘട്ടങ്ങളുണ്ട്, സന്തോഷമുള്ള ഘട്ടങ്ങളുണ്ട്, പിന്നെ സംശയമുള്ള ഘട്ടങ്ങളുണ്ട്. എന്നിരുന്നാലും ഗോഡ്സ് desire is that we all become his disciples. ദൈവം ഇന്ന് വരെ നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് നമുക്ക് ദൈവത്തെ വളരെ നന്ദിയോടുകൂടി ഇരിക്കാം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം, എൻ്റെ തൊണ്ട ഇച്ചിരി സുഖമില്ല. കുറച്ച് ദിവസമായിട്ട് ഫീവർ ആയിരുന്നു. അതോടൊപ്പം ഇവിടുത്തെ ഇന്റർനെറ്റ് ഒരു അല്പം ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അഥവാ കട്ടായി പോയാൽ അടുത്ത കണക്ഷനിലേക്ക് പോകാൻ ഒരു 2 minutes ഒരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഒരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ കാണാൻ പറ്റില്ലെങ്കിൽ പറയണം. ടെനിച്ചാച്ച ഒന്ന് ചെക്ക് ചെയ്യണേ. കാണാം. ഫുൾ സ്ക്രീൻ ആയോ? യെസ്, ക്ലിയർ. എന്റെ സൈഡിലെ ഈ പാച്ച് കാണാമോ? എല്ലാം കാണാം, എല്ലാം ക്ലിയർ. അപ്പൊ അതൊന്ന് മാറ്റാൻ എങ്ങനെ അറിയോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്റെ സ്ക്രീനിലുള്ളത് കൊണ്ട് ഈ പവർ പോയിന്റ് മുഴുവൻ വായിക്കാൻ പറ്റുമോ? ഇപ്പൊ ഡിസൈപ്പിൾഷിപ്പിന്റെ എച്ച് കഴിഞ്ഞ് കാണാൻ പറ്റുമോ? കാണാം. ഫുൾ വായിക്കാമല്ലേ? True discipleship, a short study based on the gospel according to Matthew. കാണാം. എന്റെ സ്ക്രീനിൽ എച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാരണം ആളുകളുടെ ആ ഗാലറി ഇല്ലേ, അത് സൈഡിലുണ്ട്. അത് കുഴപ്പമില്ലല്ലോ? നിങ്ങൾക്കെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം അഥവാ കൃത്യമായ ശിഷ്യത്വം അല്ലെങ്കിൽ ആത്മാർത്ഥമായ ശിഷ്യത്വം, അതാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ബേസ് ചെയ്ത്, സോ വി വിൽ ട്രൈ ടു ഡിസ്കസ് or understand true discipleship based on gospel according to Matthew. So ദയവായി പ്രാർത്ഥനയിൽ ഓർക്കണം. കഴിയുന്നത്ര എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഫേസ് കാണാനും എല്ലാവരെയും കണ്ടുകൊണ്ട് സംസാരിക്കാനും ഒക്കെ ഒരു കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ എല്ലാം ബ്ലാങ്ക് ആയാൽ
താങ്ക് യു. സോ നമ്മൾ ബേസിക് ആയിട്ട് ഇത്രയും പോർഷൻസ് ആണ് ഈ സ്റ്റഡീസിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മളൊരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ ആത്മാർത്ഥമായ ശിഷ്യത്വം എന്നാൽ എന്ത്, വളരെ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ഇന്ന് ഒരുപക്ഷെ ഹാഫ് ആൻ അവർ എടുക്കുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്ന ആ ബുക്കിന്റെ ഗോസ്പലിന്റെ ഉള്ളിൽ 5 മെയിൻ സെർമൺസ് ഉണ്ട്. ആ സെർമൺസ്, ഓരോ സെർമൺ എടുത്ത് ശിഷ്യത്വം എന്ന ആ ഉപദേശം, ദൈവം എങ്ങനെയാ, കർത്താവ് എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ പിൻചെല്ലേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് അനുസരിക്കേണ്ടത് എന്നൊരു കാര്യം ഈ 5 പ്രസംഗങ്ങൾ, കർത്താവിന്റെ 5 പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് അത് ചെറുതായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാം. മാത്യു 5 to 7 ആണ് സെർമൺ ഓൺ ദ മൗണ്ട്. അതൊരു ലോങ് സെഷൻ ആണ്. നമ്മൾ we will try to finish Matthew 5 to 7 and then towards the end we can come back to it and close with that. ഈ ശിഷ്യത്വം ബയോളജി പഠിക്കുന്ന പോലെയാ, പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് ഒരു ഇല എന്ന് ടീച്ചർ ബോർഡിൽ വരച്ച് എഴുതി തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷേ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിന് അതിൻ്റെതായ പഠിക്കാനുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം ശിഷ്യത്വം എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. എന്നിരുന്നാൽ തന്നെ അത് ജീവിതം കൊണ്ട്, അനുസരണം കൊണ്ട്, കാലങ്ങൾ കൊണ്ട് ഉരുത്തിരിയുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. സോ ഇതൊരു ജസ്റ്റ് ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ചാപ്റ്റേഴ്സ് 1 to 4 ചില ഇവന്റ്സ് അല്ലെങ്കിൽ കർത്താവിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ, സംസാരം, അങ്ങനെ സംഭവങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം വേഗം മാത്യു കർത്താവിന്റെ ഒരു ടീച്ചിങ് സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും 5 to 7. വീണ്ടും അതിനുശേഷം 8 to 9 വീണ്ടും ചില സംഭവങ്ങൾ, ചില കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ, ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ, അങ്ങനെ കുറെ ഇവന്റ്സ്. വീണ്ടും ചാപ്റ്റർ 10 ഒരു ടീച്ചിങ് സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെയിം ഈ പാറ്റേൺ ആ ബുക്ക് ഉടനീളം റിപ്പീറ്റ് ചെയ്യുന്നു. 12 കഴിഞ്ഞാൽ വീണ്ടും ഒരു ടീച്ചിങ് സെക്ഷൻ. 14 to 17 ഇവന്റ്സ്, അതിനുശേഷം വീണ്ടും ടീച്ചിങ് സെഷൻസ്. അങ്ങനെ 19 to 23 ഇവന്റ്സ്, വീണ്ടും ടീച്ചിങ് സെഷൻ. അങ്ങനെ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ദൈവം നമുക്ക് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എഴുതി തന്നത്. ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇതിന്റെ ടീച്ചിങ് സെക്ഷൻസ് ഭയങ്കര ഫോക്കസ് കൊടുത്താണ് നമുക്ക് ഈ ഗോസ്പൽ ദൈവം നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേറെ ഒരു കാരണം കൂടെ ഉണ്ട്. 7-ാം അധ്യായത്തിലാണ് ഫസ്റ്റ് സെക്ഷൻ അവസാനിപ്പിക്കുന്നത്. അതിന്റെ 28-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഇത് വേഴ്സ് ടോണി 7 verse 28. And so it was when Jesus had ended these sayings that the people were astonished at his teaching. Okay. അതേപോലെ തന്നെ ഒരു മിനിറ്റ്.
11 verse 1. Now it came to pass when Jesus finished commanding his 12 disciples that he departed from there to teach and to preach in their cities. അപ്പൊ 7:28 കർത്താവ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 11 verse 1 കർത്താവ് ഇത് പറഞ്ഞതിന് ശേഷം 13:53 Now it came to pass when Jesus had finished these parables. Okay, same thing is repeated in 19 verse 1, 26 verse 1. അതായത് ഓരോ ടീച്ചിങ് സെഷൻ കഴിയുമ്പോൾ ആ ലൈൻ അവിടെ വരുന്നുണ്ട്, കർത്താവ് ഇത് പറഞ്ഞതിന് ശേഷം. അങ്ങനെയാണ് ഓരോ സെക്ഷനിലോട്ട് മാത്യു എഴുതുന്നത്. സോ ഈ കാരണത്താൽ ഏറ്റവും കുറഞ്ഞത്, ഇതുപോലെ അല്ലാതെ വേറെ പല രീതിയിലും ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു നമുക്ക് ഡിവൈഡ് ചെയ്യാം പഠിക്കാനായിട്ട്. എങ്കിലും ഏറ്റവും മിനിമം ഈ ഒരു ഡിഫറൻസ് നമ്മൾ ആ ഗോസ്പൽ വായിക്കുമ്പോൾ നോട്ട് ചെയ്യുന്നത് അത് ഭയങ്കര ഗുണമാണ്. കാരണം നമുക്ക് അതിന്റെ ടീച്ചിങ് സെക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 5 സെക്ഷൻ മാത്രം എടുത്തിട്ട് കർത്താവ് അത് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് ആ ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, അതായത് ശിഷ്യത്വം ആത്മാർത്ഥമായി കൃത്യമായി എങ്ങനെ മുന്നോട്ട് ജീവിച്ചു തീർക്കണം എന്ന് നമുക്ക് അത് അറിയാനും ഒക്കെ സാധിക്കും. നമുക്ക് ഒരു അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓവർവ്യൂ തരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മാത്യു ഗോസ്പലിലേക്ക് പിന്നീട് കടക്കുന്നതാണ്. എങ്കിലും ആ ഓവർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാത്യു ഗോസ്പലിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. Now let us see what each section holds. Matthew 5 to 7, Sermon on the Mount. കർത്താവ് ഒരു മലയിൽ ചെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ ഒരു പ്രസംഗം നടത്തുന്നു. എന്നാൽ ആ പ്രസംഗത്തില് കർത്താവിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം ജീവിതത്തെയും ചില കാര്യങ്ങളെയും ഇങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നൊരു തിരിച്ചറിവാണ് ആ പ്രഭാഷണത്തിൽ ദൈവം കൊടുക്കുന്നത്. God sees things differently. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് പറയുന്ന ഒരു വാക്യമാണ്. What that means is that is the way God sees it. കുറവുള്ളവർ അല്ലെങ്കിൽ വളരാൻ ആഗ്രഹമുള്ളവർ, താഴ്മയുള്ളവർ, ഇങ്ങനെ ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഗോഡിന്റെ ഇന്റർപ്രിട്ടേഷനാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരാൻ ട്രൈ ചെയ്യുമ്പോൾ, അത് നമ്മൾ വിശ്വസിച്ച് അതിന് ശ്രമിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം ഇതാണ്, ദൈവം ജീവിതത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ വ്യാഖ്യാനത്തെ നമ്മൾ തിരിച്ചറിയണം, അത് വിശ്വസിക്കണം, അത് സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ we can turn to 1 Samuel 15:22-23. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ വായിക്കാം, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ the way God interprets it. ഞാൻ വായിക്കാം. അതിനകത്ത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: Behold, to obey is better than sacrifice. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലത്. നമുക്കത് വളരെ അറിയാവുന്ന ഒരു വാക്യമാണ്. ആൻഡ് ടു ഒബേ ഈസ് ബെറ്റർ ദാൻ ദ ഫാറ്റ് ഓഫ് റാംസ് എന്ന് പറഞ്ഞാൽ എത്ര ആരാധിച്ചിട്ടും കാര്യമില്ല, അനുസരിക്കുന്നതാണ് ദൈവം ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് കറക്റ്റാണ്. 23-ാം വാക്യത്തിലാണ് ഈ അനുസരണത്തോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ വ്യാഖ്യാനം തെളിവായിട്ട് വരുന്നത്. Rebellion, verse 23,
റെബല്യൻ ഈസ് ആസ് സിൻ ആസ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മത്സരബുദ്ധി, വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദം, അല്ലെങ്കിൽ വേറെ വാക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മന്ത്രവാദം അല്ലെങ്കിൽ നമ്മുടെ ഡിവിനേഷൻ, ആഭിചാര ക്രിയകൾ. ഓക്കെ, അങ്ങനെ. സോ മത്സരബുദ്ധി ആഭിചാര ക്രിയയ്ക്ക് തുല്യമാണ്. നമ്മളൊരു മത്സരിയെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു പൊടിക്കൊരു മത്സരബുദ്ധി ഉണ്ട്, പോട്ടെ എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ദൈവം ഒരിക്കലും മത്സരബുദ്ധിയെ ദൈവം വ്യാഖ്യാനിക്കുന്നത് ആഭിചാര ക്രിയയ്ക്ക് തുല്യമായിട്ടാണ്. അതാണ് ഗോഡിന്റെ വ്യാഖ്യാനം. ആൻഡ് stubbornness ഈസ് ആസ് ഇനിക്വിറ്റി ആസ് idolatry. ശാഠ്യം അത് വിഗ്രഹ ആരാധനയ്ക്ക് തുല്യമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. സെർമൺ ഓൺ ദ മൗണ്ടിലും മറ്റു പല സ്ഥലത്തും ഉദാഹരണം ആങ്കർ, ദാറ്റ് ഈസ് ഇന്റർപ്രറ്റഡ് ആസ് മർഡർ. അപ്പം ഗോഡിന് ഗോഡിൻ്റെതായ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ഡിസൈപ്പിൾഷിപ്പ് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു മെയിൻ ഉപദേശം. ശിഷ്യത്വം, കൃത്യമായ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥമായ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യാഖ്യാനത്തെ നമ്മൾ സ്വീകരിച്ച് ആ വ്യാഖ്യാനത്തിന് ഒത്തവണ്ണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതല്ലാതെ നമ്മുടെ ഭാവനയ്ക്ക് ഒത്തവണ്ണമല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്ന ഒരു ഉപദേശമാണ് ഈ ഫസ്റ്റ് ടീച്ചിങ് സെക്ഷനിൽ നമുക്ക് ഡിസൈപ്പിൾഷിപ്പ് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടർന്നുള്ള ചാപ്റ്റർ 10 ടീച്ചിങ് സെഷനിൽ അവിടെ കർത്താവ് 12 ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പോകണം, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ പല പ്രയാസങ്ങളും പ്രോബ്ലംസും ഒക്കെ വരും. പക്ഷേ ഒരു ഭയവും കൂടാതെ ഇന്ന കാര്യങ്ങൾ ആശ്രയിച്ച് ഇന്നത് ട്രസ്റ്റ് ചെയ്ത് ഇന്നത് ഭയപ്പെടാതെ അങ്ങനെ ജീവിക്കണം എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിന്റെ വ്യാഖ്യാനം വിശ്വസിക്കുന്നത് ഒരു കാര്യം, അതിൽ ഭയമില്ലാതെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം അതും അതിപ്രധാനമാണ് ശിഷ്യത്വത്തിൽ. നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ നമ്മൾ ദൈവത്തെ പിന്തുടരണം, അല്ലെങ്കിൽ അനുകരിക്കണം, മോഡൽ ചെയ്യണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് സ്ത്രീകളോട് അല്ലെങ്കിൽ ഭാര്യമാരോട് സംബന്ധിച്ച്, ഓർണമെന്റ്സിനെ സംബന്ധിച്ച് ഉള്ള ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് 1 Peter 3:6 ഈ ഭയത്തെ പറ്റി ഒരു പോയിന്റ് അവിടെയുണ്ട്. 1 Peter 3:6 As Sarah obeyed Abraham, calling him Lord, whose daughters you are, if you do good and are not afraid or are not frightened by anything. അപ്പം ഫിയർ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അനുസരണത്തിൽ പേടിക്കാതെ അനുസരിക്കണം എന്ന ആശയം സ്ട്രെസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ചാപ്റ്റർ 10. വേറെ പലതുണ്ട്. എന്നാൽ ആ 10 മൊത്തമായിട്ട് വായിക്കുമ്പോൾ ഒബേ ചെയ്യണം, അറ്റ് എനി കോസ്റ്റ് നമ്മൾ ദൈവത്തെ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഒബേ ചെയ്യണം എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. മൂന്നാമത്തെ സെക്ഷനിൽ കിങ്ഡം പാരബിൾസ്, അതായത് ദൈവരാജ്യം ഇങ്ങനെയാണ്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെയാണ്, ഇങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തെ പറ്റി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ദൈവരാജ്യത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ. അതായത് കർത്താവ് പറഞ്ഞു കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ യു, ഇറ്റ് ഈസ് ഇൻസൈഡ് യു. അപ്പം കർത്താവിനൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിന്റെ ഭാഗം നമ്മളുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വേ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു അൺഫോൾഡ്. അപ്പം നമ്മളിപ്പം കർത്താവിന്റെ കീഴിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ
കർത്താവിന് ഒരു പ്ലാൻ ഉണ്ട് ഈ ഭൂമി എങ്ങനെ പോണം, എന്തുകൊണ്ട് ഇന്ന് ലോകം അവസാനിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അടുത്ത വർഷമേ ലോകം അവസാനിക്കുകയുള്ളൂ, എന്തുകൊണ്ട് കർത്താവ് ദൈവം ഇപ്പോൾ ഭൂമിയെ ഇങ്ങനെ ഭരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാതെ ദൈവത്തിന്റെ ഒരു ബ്രോഡ് പ്ലാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ജീസസ് ക്രൈസ്റ്റ്. സോ ജീസസ് എക്സ്പ്ലെയിൻസ് വാട്ട്സ് ദ മീനിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് in a very short chapter, and he wants us to know that God has a plan. There is when God has made a plan for the kingdom of God to function on the earth, that means God is aware of the future and that he wants us to trust him that this plan is good. For example, നല്ല ആളുകളും മോശമായ ആളുകളും ഈ കിങ്ഡത്തിൽ ഒരുമിച്ച് വളരും, അവസാനമേ ദൈവം വേർതിരിക്കുകയുള്ളൂ എന്നൊരാശയം അതിനകത്തുണ്ട്. അപ്പം ദാറ്റ് മീൻസ് ഇൻ ഗോഡ്സ് പ്ലാൻ ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ വിൽ ബി പ്രസന്റ് ഓൾ ദ ടൈം. സോ അങ്ങനത്തെ ചില ആശയങ്ങൾ, ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ കിങ്ഡത്തെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ. സോ God wants them to trust his plan. ഉദാഹരണത്തിന് ജെനസിസ് 50 ജോസഫ് എല്ലാം കഴിഞ്ഞപ്പോ ജോസഫിന്റെ ബ്രദേഴ്സ് ജോസഫിന്റെ മുമ്പിൽ വീണ് അവര് വിചാരിച്ചു കാണും ജോസഫ് വല്ല ഹാം ചെയ്യുമെന്ന്. അപ്പൊ ജോസഫ് പറയാണ് 19 and 20, Joseph said to them, "Do not be afraid, for am I in the place of God? But as for you, you meant evil against me, but God meant it for good, in order to bring it about as it is this day, to save many people alive." So, ജോസഫിന് ഗോഡിന്റെ ഫുൾ പ്ലാൻ അറിയില്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെ he was able to trust God's plan. That's how he followed God. So ആ കിങ്ഡം പാരബിൾസിൽ കർത്താവ് ആ കിങ്ഡത്തിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ he wants his readers, his followers to trust his plan. Then on chapter 18 there is a section which highlights humility, be it when we sin, or be it when we correct others who sin, or even when we discipline who is rebellious. Either way, അത് യോഗ്യമായി ചെയ്യണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ആ സെക്ഷനിൽ ഹൈലൈറ്റ് ചെയ്തു. ബിക്കോസ് ഹ്യൂമിലിറ്റി ഈസ് എസെൻഷ്യൽ. ഫിലിപ്പിയൻസ് 2 നമുക്കറിയാം, ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം let this mind be in you, which was also in Christ Jesus. And that mind allowed Jesus, although he was God, to come down for us. So ആ ഒരു ഭാഗവും ആ ഡിസ്കഷനിലുണ്ട്. So when Jesus was teaching people as they were following him, these are the ideas he kept on preaching. And last, in Gospel according to Matthew, we have Olivet Discourse. Again, on Mount Olive, he gives a discussion or a sermon about future. And in that he talks about the end of the Jewish nation, the future of Jewish nation, and when Jesus would come, where everybody will see, and there are things Jesus would do. And in the midst of all that, he was focusing on how we all should be prepared for his arrival. How people should be prepared in the light of the knowledge of future. വരാൻ പോകുന്ന കാര്യം ദൈവം മുന്നോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞു തരുമ്പോ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചില രീതിയിൽ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നാണ്. അതിന് അപ്പം ഒരു ഉദാഹരണത്തിന് Proverbs chapter 19 is a good verse to talk about future. Proverbs 19, 20 and 21. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്:
listen to counsel and receive instruction, that you may be wise in your future, in your latter days. വരുന്ന ദിവസങ്ങളിൽ ജ്ഞാനിയായിരിക്കേണ്ടതിന് ഉപദേശം ത്യജിക്കരുത്. പിന്നെ 21, there are many plans in man's heart, nevertheless God's counsel that will stand. പല പ്ലാൻസ് പലർക്കുണ്ട്, ദൈവത്തിന്റെ ആ ഉപദേശമേ നിലനിൽക്കുകയുള്ളൂ. അപ്പം ഭാവിയെ പറ്റി പോകുമ്പോൾ ഇത് ഭാവിയെ പറ്റി ചിന്തിക്കാൻ സഹായിക്കുന്ന 2 വാക്യം കോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഈ സ്ക്രീനിൽ താഴെ കാണുന്ന കറുത്ത നിറത്തിലുള്ള വാക്യങ്ങൾ എല്ലാം ആ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വാക്യം റെഫർ ചെയ്തു എന്നേ ഉള്ളൂ, ആ ഐഡിയ കുറച്ചും കൂടെ ക്ലിയർ ആകാൻ. എന്നിരുന്നാൽ തന്നെ നമ്മുടെ പോയിന്റ് ഇതാണ്, when Jesus was preaching, these are the ideas he preached. കർത്താവ് എല്ലാവരോടും എന്നെ പിന്തുടരണം എന്ന് പറഞ്ഞു, എന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആളുകൾ ഫോളോ ചെയ്തു. ഈ ഫോളോ ചെയ്തവരുടെ നന്മയ്ക്കായിട്ട് പല സമയത്തായി കർത്താവ് പല പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ 5 പ്രസംഗം മാത്രം ആണ് നമുക്ക് ഈ പുസ്തകത്തിൽ, ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോൾ ദീസ് ആർ ദ 5 bold ideas, bold doctrines that Christ wants all people who really want to follow him should know. ഈ 5 ഉപദേശങ്ങൾ, ആശയങ്ങൾ ഡിസൈപ്പിൾ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ഉണ്ടായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ഇനി ക്വസ്റ്റ്യൻ അറ്റ് ദിസ് പോയിന്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഈ പോയിന്റിൽ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ തോന്നുകയാണെങ്കിൽ വേഗം മൈക്ക് ഓൺ ആക്കി അത് ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. So that it will be an interactive session whenever possible. Okay, so let's move. What is discipleship exactly? നമുക്ക് എല്ലാവർക്കും ഡെഫിനിഷൻ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നെങ്കിലും, since we are studying it, discussing it, let's do a quick definition. Discipleship is a way of life. It is a way of life involving Jesus Christ, where we, with commitment, love, joy, endurance, we follow the instructions given by God through Jesus Christ. അതായത് കർത്താവ് പറഞ്ഞ കൽപ്പനകൾ, ഉപദേശങ്ങൾ, കർത്താവ് പറഞ്ഞ ആശയങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ച് വളരെ കമ്മിറ്റ്മെന്റോടുകൂടെ, വളരെ ഉത്സാഹത്തോടുകൂടെ, വളരെ എന്താ പറയാ, മെനക്കെട്ട് എന്ന് പറയാം, എന്ത് വിലയും കൊടുത്ത്, വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ എല്ലാം സഹിച്ച് കർത്താവ് തന്ന ഇൻസ്ട്രക്ഷൻ സ്വാഗതം ചെയ്ത് നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ കർത്താവിന് ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യരായി ജീവിക്കുന്ന ഒരു വേ ഓഫ് ലൈഫിനെയാണ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നതും അല്ല, 5 വർഷം പഠിച്ചാൽ തീരെയുമില്ല. അതൊരു ജീവിത രീതിയാണ്. കർത്താവിനെ അനുസരിച്ച് ഒരു ആത്മബന്ധത്തിന് അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം. ഉദാഹരണത്തിന്, സുവിശേഷം നമ്മൾ സ്വീകരിച്ചു. എന്താണ് സുവിശേഷം? ദൈവത്തിന് മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി ദൈവം കുറെ കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ആ താല്പര്യമുള്ളതാണ് സന്തോഷ വാർത്ത. ആ താല്പര്യമുള്ളത് കൊണ്ട് തന്റെ പുത്രനെ അയച്ചു, അത് വിശ്വസിക്കാൻ തിരഞ്ഞെടുത്തു. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങൾ ദൈവം ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാ ഇത് ദൈവം ചെയ്തത്?
ദൈവത്തിന് മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ താല്പര്യം വന്നു. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. അങ്ങനെ ആ താല്പര്യം നെഞ്ചിലേറ്റി നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് ഒരു കടപ്പാടുണ്ടാകുന്നത്. പലപ്പോഴും ശിഷ്യത്വം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ മാറ്റുക എന്നൊക്കെ പറയുമ്പം പലർക്കും അതൊരു പ്രയാസമായി തോന്നാൻ കാരണം ഒരു രക്ഷിക്കപ്പെട്ടിട്ടും ദൈവത്തോടൊരു കടപ്പാട് തോന്നുന്നില്ല. ആ കടപ്പാട് തോന്നണമെങ്കിൽ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കും. അതൊരു ആത്മബന്ധത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. സന്തോഷ വാർത്ത ഇന്നതാണെന്നും അങ്ങനെ ദൈവം എന്ന വ്യക്തിയായിട്ട് എനിക്ക് ഒരു ആത്മബന്ധം വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവായിട്ട് ഒരു ഹാർട്ട് ടു ഹാർട്ട് ബന്ധമുണ്ട്. ആ ഹാർട്ട് ടു ഹാർട്ട് ബന്ധത്തിൽ ഒരു കടപ്പാട് നമുക്ക് ദൈവത്തോട് തോന്നും. അത് അങ്ങനെ തോന്നുന്നവർ മാത്രമേ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതായത് അവർക്ക് ഇത് കർത്താവ് ഇത്രയും നല്ല ചെയ്തല്ലോ, എന്നെ സ്നേഹിച്ചല്ലോ, എനിക്ക് ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് എനിക്ക് കർത്താവിനോടൊരു അടുപ്പം തോന്നുന്നു, ആയതിനാൽ ഞാൻ കർത്താവ് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ജീവിക്കുന്നു. ആ ഒരു ലൈഫ് സ്റ്റൈലിനെ ഗൈഡ് ചെയ്യുന്നത് എപ്പോഴും സുവിശേഷം എന്താണെന്നുള്ള തിരിച്ചറിവാണ്. പലരും ഇന്നത്തെ ലോകത്ത് അതൊരു മന്ത്രമായിട്ടാണ് കാണുന്നത്. ഐ അക്സെപ്റ്റ് ക്രൈസ്റ്റ് ആസ് മൈ പേഴ്സണൽ സേവിയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആത്മാവ് വന്ന് ഉള്ളിൽ കയറി അങ്ങനെ ഒരു മന്ത്രമായിട്ട് കാണുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ ഇതൊരു ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് സുവിശേഷം എത്രത്തോളം നമ്മൾ സ്വീകരിക്കുന്നോ അത്രത്തോളം ഒരു ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാനും ജീവിക്കാനും നമുക്ക് സഹായിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കടപ്പാടുണ്ടാകും. അങ്ങനെ നമ്മൾ ഒരു ശിഷ്യരായി പതുക്കെ ജീവിച്ച് തുടങ്ങും. അതോടൊപ്പം തന്നെ ഈ വേ ഓഫ് ലൈഫ്, ഈ ജീവിത രീതി അസംബ്ലിയിൽ ഇങ്ങനെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ കൂടുന്നു വരുന്ന സ്ഥലമാണ് നമ്മുടെ സഭ. അപ്പൊ ആ സഭയിൽ നമ്മൾ സഭയുടെ പല കാര്യങ്ങളിൽ നമ്മുടെ കൃപാവരങ്ങളെയൊക്കെ ജ്വലിപ്പിച്ച് അങ്ങനെ നമ്മൾ ശിഷ്യത്വത്തിന്റെ ഒരു ഭാഗം അസംബ്ലിയും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അതിനോട് ചേർന്ന് ജീവിക്കുന്നു. അപ്പം സുവിശേഷത്തെ അറിയാനുള്ള തിരിച്ചറിവും സഭയിൽ നമ്മുടെ ഇൻവോൾവ്മെന്റും കൂടിച്ചേരുന്ന ഒരു വേ ഓഫ് ലൈഫ്, അതിനെ മൊത്തമായിട്ട് പറയുന്ന ഒരു പേരാണ് ഡിസൈപ്പിൾഷിപ്പ്. അതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മൾ ഓരോ ദിവസം ആരാധിച്ച് കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് അനുസരിച്ച് സഹിച്ച് മുമ്പോട്ട് പോകുന്നു. എല്ലാം കർത്താവിന് വേണ്ടി, എല്ലാം കർത്താവ് പറഞ്ഞതുപോലെ, എല്ലാം കർത്താവിന്റെ സന്തോഷത്തിനായി, എല്ലാം കർത്താവിന്റെ മഹത്വത്തിനായിട്ട് മാത്രം എന്ന ഒരേ ഒരു ഗോൾ. എനിക്ക് സന്തോഷം വന്നാലും സ്തോത്രം, ദുഃഖം വന്നാലും സ്തോത്രം, എന്തു വന്നാലും കർത്താവിന് എന്ന ഒരു സിംഗിൾ ഫോക്കസ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുകയും അത് ശരിയാണ്, അത് മാത്രം ശരിയാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. അങ്ങനെ ഒരു വേ ഓഫ് ലൈഫിനെയാണ് ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് എന്നുകൊണ്ട് ജനറലി ഉദ്ദേശിക്കുന്നത്. ഇതിന് പല യൂസേജസ് പല തലത്തിലുണ്ട്, എങ്കിലും ഒരു ജനറൽ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് തൽക്കാലം പറഞ്ഞ് നിർത്താം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഒരു 5 more minutes കൂടെ പോവാം. ലെറ്റ്സ് മൂവ് ഓൺ. ഞാൻ അല്പം സ്ലോ ആയിട്ടാണ് പോകുന്ന തോന്നിയാൽ ഒന്ന് പറയാമേ, അല്ലെങ്കിൽ സ്പീഡ് കൂടുകയാണെങ്കിലും പറയണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ലെറ്റ്സ് മൂവ്.
എന്തുകൊണ്ട് ഈ വേർഡ് ട്രൂ ആഡ് ചെയ്യണം? ഈ ഡിസൈപ്പിൾഷിപ്പ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ, ഈ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം ആത്മാർത്ഥമായി കൃത്യമായ ഒരു ശിഷ്യത്വം എന്ന ഒരു ലൈഫ് സ്റ്റൈല് അങ്ങനെ പറയാൻ കാരണം സാധാരണ അങ്ങനെ അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോ നമുക്ക് വിചാരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ശരിയാണ്, കർത്താവിന് അതെല്ലാം ഇഷ്ടമാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ തെറ്റിപ്പോകും. ചിലപ്പോൾ നമ്മൾ തെറ്റായിരിക്കും, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ, ഞാൻ ചെയ്തത് കർത്താവിന് ഇഷ്ടമുള്ളതാണല്ലോ, പിന്നെന്താ കുഴപ്പം? ചിലപ്പം നമ്മൾ തെറ്റാണെന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റില്ല. പലപ്പോഴും മറ്റുള്ളവർ പറയുമ്പോഴേ നമ്മൾ നമ്മുടെ തെറ്റിനെ കാണുകയുള്ളൂ. ചിലപ്പം നമുക്ക് തന്നെ അറിയില്ല നമ്മൾ തെറ്റാന്ന്. ചിലപ്പം നമ്മൾ കർത്താവിന്റെ കാര്യത്തെ അങ്ങ് പർപ്പസ്ഫുള്ളി അങ്ങ് വേണ്ടെന്ന് വെക്കും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ മനുഷ്യന് ഈ പ്രയാസമുണ്ട്, തെറ്റിപ്പോകാം. ചിലപ്പോൾ സിൻസിയറായിട്ട് അനുസരിക്കുകയായിരിക്കും, പക്ഷെ തെറ്റായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം തെറ്റാണെന്ന് അറിയത്തും കൂടി ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യനെ തന്നെ വിലയിരുത്താൻ ഭയങ്കര പ്രയാസമാണ്. ഒരു ഭ്രാന്തുള്ള ആൾക്ക് ഭ്രാന്തുള്ള ആൾക്ക് അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ദൈവസന്നിധിയിൽ അഹങ്കാരമുള്ള മനുഷ്യന് അവൻ അഹങ്കാരം ഉണ്ടെന്ന് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ശരിയാണെന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റിപ്പോകാം. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനുള്ളത് കൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആക്ഷൻസിനെ ബൈബിളായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ അഭിപ്രായങ്ങളെ അനുസരിക്കണം, അല്ലെങ്കിൽ കേൾക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ മടി കാണിക്കരുത്. കാരണം പലപ്പോഴും നമ്മൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ട്. നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പറ്റിക്കും. ഈ സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറയും. ഹ്യൂമൻ മൈൻഡ് ഈസ് വെരി ഇമാജിനേറ്റീവ് ആൻഡ് ഡിസീവിങ്. നമ്മുടെ മൈൻഡ് ഭയങ്കര കാട് കയറി ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള മൈൻഡാണ്. പിന്നെ നമുക്ക് നമ്മളെ തന്നെ ഡിസീവ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആളുകളെ പല സ്ഥലത്ത് കാണാം. അവര് പറയുന്നത് പോലെ അല്ല ജീവിക്കുന്നത്. കാരണം അവർക്കതൊരു പ്രശ്നമല്ല എന്ന് തോന്നും. ചിലവർ ഇപ്പൊ ഒന്ന് പറയും, പിന്നെ വേറൊന്ന് പറയും. അത് അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. അപ്പം ഹ്യൂമൻ മൈൻഡ് അത്ര കോംപ്ലക്സ് ആണ്. നമുക്ക് മിസ്റ്റേക്സ് ജീവിതത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ കാണാതെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനുള്ളത് കൊണ്ട് നമ്മൾ ഡിസൈപ്പിൾ ആണെന്ന് നമുക്ക് തോന്നിയാലും അത് കറക്റ്റ് ആണ് എന്ന് ബൈബിളായിട്ട് കമ്പയർ ചെയ്ത് മറ്റ് വിശ്വാസികളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി ജീവിക്കുമ്പോഴാണ് അത് തെളിവായി വരുന്നത്. സോ ഓൺലി വെൻ വി ലിവ് ബിഫോർ other Christians, assembly community, and when we wait on God, and when we compare our actions with the actions in the scripture, only then we can be sure that we are following the right track in our discipleship life. Otherwise we can go wrong. It is human nature. മാനുഷികമാണ് തെറ്റിപ്പോകുക എന്നുള്ളത്. എന്നിരുന്നാൽ തന്നെ അത് ഉണ്ടാകാതെ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ ദൈവം ക്രമീകരണങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലൂക്ക് ചാപ്റ്റർ 14 കാണുന്നത്. ആ ചാപ്റ്റർ മുഴുവൻ വായിക്കാൻ നമുക്ക് ടൈമില്ല, എങ്കിലും അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ആളുകൾ, അതായത് ഫാരിസീസ്,
അവര് കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നു എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളാണ്. ഫാരിസീസ്, സാദുസീസ്, സ്ക്രൈബ്സ്, ലോയേഴ്സ്, ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അവരെല്ലാം വിചാരിക്കുന്നത് അവർ ദൈവത്തെ അനുസരിക്കുന്നുണ്ടെന്നാ. എന്നാൽ കർത്താവിന്റെ ചിന്തയിൽ അത് അങ്ങനെയല്ല. മാത്യു 23 പറയുന്നുണ്ട് കർത്താവ്, നിങ്ങൾ പരീശന്മാര് പറയുന്നത് കേട്ടോ, അവർ പറയുന്നത് സത്യമാണ്, പക്ഷെ അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കല്ലെന്ന്. So that means there are a lot of groups of people like that in the times of Jesus. അവർ ചിന്തിക്കുന്നത് അവര് ഡിസൈപ്പിൾ ആണെന്നാ, അവര് ദൈവത്തെ അനുസരിക്കുന്ന ആളുകളാണെന്നാ. എന്നാൽ കർത്താവ് അവരുടെ ലൈഫിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തുകയാണ്. ഈ അധ്യായം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അധ്യായം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സ്റ്റാർട്ട് ചെയ്യാം. എങ്കിലും ജസ്റ്റ് ടേൺ വിത്ത് മീ ടു ലൂക്ക് ചാപ്റ്റർ 14. അതൊരു ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. It's 8:45. We will try to stop by 8:50 or 53. Luke chapter 14. Luke chapter 14-ൽ നമ്മൾ verse 1. Now it happened as he went into the house of one of the rulers of the Pharisees to eat bread on Sabbath, that they watched him closely. കാരണം അവർ ചിന്തിക്കുന്നത് അവര് ദൈവത്തെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും കർത്താവും പറയുന്നത് കർത്താവ് ദൈവത്തെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഇത് അവരൊരു കൺഫേം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ഉടനെ കർത്താവ് 7-ാം വാക്യത്തിൽ പറയാണ്, so he told a parable to those who were invited when he noted that they chose the best places. അപ്പൊ മുൻപന്തിൽ ഇരിക്കണം എന്ന ഒരു ആഗ്രഹത്തോടുകൂടെ ഒരു ഡിസൈപ്പിൾ വരുന്നത് അവർക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് വലിയ ആളാണ് എന്ന് ചിന്തിക്കുന്നത് ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഫാരിസീസ് അല്ലെങ്കിൽ റൂളേഴ്സ് ഓഫ് ദ ഫാരിസീസ്. അപ്പൊ അവർക്ക് അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. എന്നാൽ കർത്താവ് അവരെ കറക്റ്റ് ചെയ്യുക. 11-ൽ കർത്താവ് അവരെ കറക്റ്റ് ചെയ്യുന്നു. Whoever exalts himself will be abased, and who humbles himself will be exalted. അപ്പൊ കർത്താവ് അവരെ കറക്റ്റ് ചെയ്യുന്നു. 11-ാം വാക്യം കഴിഞ്ഞു. ഇനി 15-ാം വാക്യം. Now when one of those who sat at the table with him heard these things, he said to them, blessed is he who shall eat bread in the kingdom of God. ദൈവരാജ്യത്തിൽ സപ്പർ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഭാഗ്യവാൻ എന്നൊരു അനുഗ്രഹം ഒരാൾ പറയുക. അപ്പം അതും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. പക്ഷെ കർത്താവ് അവരെ വീണ്ടും കറക്റ്റ് ചെയ്യുകയാണ്. കാരണം അവിടെ എക്സാമ്പിൾ പറയുന്നത് ഇൻവിറ്റേഷന്റെ ഒരു സ്റ്റോറി പറയുകയാണ്. അവര് ഒരാള് കുറെ ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ വരുന്നവരൊക്കെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു പോയി. അപ്പം ആ സ്റ്റോറി പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഈ ഫാരിസീസ് വന്നവർക്കെല്ലാം അവരുടെ ആക്ഷൻസ് തെറ്റല്ല എന്ന് അവർ തന്നെ വിശ്വസിച്ചു. കാരണം അവർ ദൈവത്തെ പിന്തുടരുകയാണല്ലോ. എന്നാൽ അങ്ങനെ തോന്നുന്നവരെയാണ് കർത്താവ് കൂടുതൽ കറക്റ്റ് ചെയ്തത്. അപ്പം that is a very good way to find out the problem is that sometimes when we follow God, we think we are following, but we are not really following. അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പ് എന്ന കാര്യം വളരെ കൃത്യമായി വചനം പറയുന്നത് അനുസരിച്ച് നമ്മൾ അത് ക്രമപ്പെടുത്തിയില്ലെങ്കിൽ അത് ഭയങ്കര ഡിസീവിങ് അല്ലെങ്കിൽ സെൽഫ് ഡിസെപ്റ്റീവ് ആയിട്ട് മാറും. സോ വി ആർ സെൽഫ് ഡിസെപ്റ്റീവ്. വളരെ കെയർഫുൾ ആയിരിക്കണം. വെൻ വി സേ വി ആർ ഡിസൈപ്പിൾസ്, മെനി ടൈംസ് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ മക്കളാണെന്ന് പറയുകയും അതിനൊത്തവണ്ണം അല്ലാതെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നത്. അത് നമ്മൾക്ക് കുഴപ്പമല്ലാന്ന് നമുക്ക് തോന്നുന്നു. സോ വി മസ്റ്റ് ബി വെരി കെയർഫുൾ. പക്ഷെ ഇതിനകത്തുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്,
ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാ? കർത്താവിനോട് ജെനുവിൻലി നമ്മൾ അട്രാക്റ്റഡ് ആകുന്നത് എങ്ങനെയാ? അത് ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ പഠിച്ചു. നമ്മൾ നമ്മളെ തന്നെ ഡിസീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മനുഷ്യ മനസ്സ് അങ്ങനെയാണെന്നും നമ്മൾ കണ്ടു. കർത്താവിന്റെ സമയത്ത് ദൈവത്തെ പിന്തുടരുന്നു എന്ന് വിശ്വസിക്കുന്ന പരീശന്മാരെയാണ് കർത്താവ് ഏറ്റവും അധികം തിരുത്തിയത്. ഇപ്പൊ മനുഷ്യന് ദൈവത്തെ പിന്തുടരുമ്പോൾ, ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അവനവന് തന്നെ തോന്നും അവനവൻ ശരിയാണെന്ന്. അപ്പോൾ ആ പ്രോബ്ലം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് അനുകരിക്കാൻ, വെൽക്കം ചെയ്യാൻ ട്രൈ ചെയ്ത് ജീവിക്കുമ്പോൾ we will have that same pressure. It's very important we know that, because otherwise we will think that we are disciples of Jesus, but we are not. Now the question that remains to ask as we come to the end of the time is how to get genuinely attracted to Jesus Christ. ദൈവത്തെ അനുസരിക്കണമല്ലോ, കർത്താവ് പറയണ കേൾക്കണമല്ലോ. മനുഷ്യനായതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എങ്ങനെയാണ് കർത്താവിനെ ഒരു അട്രാക്ഷൻ തോന്നുക? വാട്ട് വിൽ അട്രാക്ട് മീ ടു ജീസസ് ക്രൈസ്റ്റ്? പോർക്ക് ഇഷ്ടമല്ലാത്തവരോട് പോർക്കിന്റെ ലിവർ വറുത്തു കൊടുത്താൽ അവർക്ക് ഒരിക്കലും അട്രാക്ഷൻ തോന്നില്ല. ഇഷ്ടമല്ലാത്ത കാര്യത്തോട് എങ്ങനെ അട്രാക്ഷൻ തോന്നുക? എന്നാൽ ജെനുവിനായിട്ട് ദൈവത്തോട് ഉത്സാഹം തോന്നുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? കാരണം ഈ ഉത്സാഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ ഡിസൈപ്പിളായിട്ട് അനുസരിക്കുന്നത് എന്ന് തീരുമാനിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. So let us not go forward. Let us stop here. We will start with this question in the next class. So let's sum up what we have studied. Let's go back and just quickly recollect what we discussed today. Today we discussed about discipleship, and നമ്മൾ പറഞ്ഞു നമ്മൾ ആ ഡിസൈപ്പിൾഷിപ്പ് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യുവിൽ നിന്നാണ് പഠിക്കുന്നത്. അതിനകത്ത് 5 sermons ഉണ്ട്. കർത്താവിനെ ശിഷ്യരെ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കാനും കേൾക്കാനും കർത്താവ് പറഞ്ഞത് അനുസരിക്കാനും താല്പര്യമുണ്ട് എന്ന് അവകാശപ്പെട്ട് കുറെ ആളുകൾ കർത്താവിന്റെ പുറകെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ കർത്താവ് പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിച്ച 5 പ്രസംഗങ്ങളാണ് ഈ സുവിശേഷത്തിലുള്ളത്. ഈ 5 പ്രസംഗവും കുറേശ്ശെ നമുക്ക് അലോട്ട് ചെയ്ത ടൈമിനുള്ളിൽ അതിനെപ്പറ്റി കുറച്ച് ധ്യാനിക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ കർത്താവിന് ഇഷ്ടമുള്ള പോലെ അനുഗമിക്കണം. കർത്താവിന്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നോ കർത്താവ് പറഞ്ഞോ അത് അതുപോലെ നമ്മളും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കണം. കർത്താവ് അനുസരിക്കാൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. കർത്താവ് വിശ്വസിക്കാൻ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞത് നമ്മൾ ഏറ്റുപറയണം. അങ്ങനെ കർത്താവ് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മളും ജീവിക്കണം. അതാണ് ശിഷ്യത്വം. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് 1 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല. ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ വന്ന് ജീവിച്ച് ശരിയാകുന്ന ഒരു കാര്യമാണ് ഡിസൈപ്പിൾഷിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്വിക്ക് ഗൂഗിളി ഇറക്കി. അതിതാണ്, പലപ്പോഴായിട്ട് മനുഷ്യ മനസ്സിനൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ചിന്തിക്കും താൻ ചെയ്യുന്നത് ശരിയാണെന്ന്. പക്ഷെ ശരിക്കും അത് തെറ്റായിരിക്കും. അത് ദൈവവുമായിട്ട് ഉള്ള മനുഷ്യന്റെ ബന്ധത്തിലും ദൈവത്തെ അനുസരിക്കുമ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഈ പ്രശ്നമുണ്ട്. തെളിവായിട്ട് പറയുകയാണെങ്കിൽ, കർത്താവ് ഏറ്റവും കൂടുതൽ തിരുത്തിയത് ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യമുള്ള പരീശന്മാരും സദൂക്യരും സ്ക്രൈബ്സിനെയും ലോയേഴ്സിനെയുമാണ്.
അതായത് ആത്മീയരാണെന്ന് വിചാരിക്കുന്ന പലരും ശരിക്കും ആത്മീയരല്ല. അത് തിരിച്ചറിയാതെ പോകരുത്. കാരണം മനസ്സിന് ആ ഒരു പ്രശ്നമുണ്ട്. സ്വയം ഡിസീവ് ചെയ്യുക എന്നൊരു പ്രശ്നം മനുഷ്യ മനസ്സിനുണ്ട്. ഒരു കാര്യം പറയുകയും വേറെ കാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആയതിനാൽ നമ്മളുടെ ജീവിത ശൈലികൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സീക്രട്സ്, ഇതെല്ലാം വചനപ്രകാരമാണോ എന്ന് ചെക്ക് ചെയ്ത് അത് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകണം. അങ്ങനെയേ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ശിഷ്യരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുവെങ്കിലും അതല്ലാതെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ചോദ്യം ബാക്കി വരും, അങ്ങനെയാണെങ്കിൽ ശരിക്കും എങ്ങനെയാ നമ്മൾ ദൈവത്തോട് അടുക്കുക എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തെ കണ്ടിട്ട് ചിലര് മാത്രം അങ്ങ് വല്ലാതെ അടുത്തു, ചിലര് വല്ലാതെ അടുത്തിട്ടില്ല. എന്തുകൊണ്ടാ അങ്ങനെ? എല്ലാവരും ഒരുപോലെയാ കർത്താവിനെ കാണുന്നത്. എന്നാൽ ചിലവർക്ക് കൂടുതൽ സ്നേഹം, ചിലവർക്ക് അത്ര സ്നേഹം ഇല്ല. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ തോതിൽ ആ പോർഷനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പെതുക്കെ നമുക്ക് നമ്മുടെ സ്റ്റഡി കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ ഭാഷ ചിലത് മാറ്റണം, ചില വാക്കുകൾ, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ഈ വിഷയം ധ്യാനിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.